നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ വിനയം, വിവേകം ഇവ സർവപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. വിവേകം എന്ന് പറയുമ്പോൾ നിത്യവും അനിത്യവും തമ്മിലുള്ള വ്യത്യാസം. നിത്യമായതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തുക. അനിത്യമായിട്ടുള്ളത് നമുക്ക് വിട്ടുപോകാൻ ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക. വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയിട്ട് വിടവാങ്ങുക എന്നുള്ളതാണ്, വെറുപ്പോടുകൂടി വിടവാങ്ങുക എന്നല്ല. അപ്പോൾ അവിടെയാണ് വൈരാഗ്യം എന്നുള്ള ആ ഒരു ഭാവം, ഒരു വാക്കിൻ്റെ പ്രാധാന്യം വരുന്നത്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ റിനൗൺസിയേഷൻ, ഡിറ്റാച്ച്മെൻറ്റ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പൊതുവേ അത്ര ഇഷ്ടപ്പെടാത്തൊരു വാക്കാണെന്ന് തോന്നുന്നു. കാരണം വൈരാഗ്യം എന്ന് പറയുമ്പോൾ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെയോ പോയി കാട്ടിൽ പോയി തപസ് ചെയ്യുക. ഈ തരത്തിലുള്ള സന്യാസം, അതാണ് നമ്മൾ വൈരാഗ്യം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബാഹ്യമായിട്ടുള്ള ഈ തരത്തിലുള്ള വിട്ടുപോകലല്ല വൈരാഗ്യം. മനസ്സിനെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുക എന്നതാണ്. ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഡിറ്റാച്ച്മെൻ്റ് അല്ല, സ്നേഹത്തോടു കൂടിയിട്ട് പ്രവൃത്തി പൂർത്തീകരിക്കുക. അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അടുത്ത പ്രവൃത്തിയിലേക്ക് പോകാൻ തയ്യാറാവുക. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് നല്ലതോ ചീത്തയോ എന്ന് നമുക്ക് തോന്നാം, അതേപ്പറ്റി നമ്മൾ ബോധർ ചെയ്യണ്ട. അടുത്ത നിമിഷം വേറൊരു നിമിഷമാണ്. അതിലും ഈ പ്യുവറായിട്ട് ഇൻറ്റൻഷനോട് പൂർണ്ണ സ്നേഹത്തോട് വീണ്ടും പ്രവർത്തിക്കും. അപ്പോൾ
ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ബസ് നീങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയരുന്ന പ്ലെയിൻ പോലെ. ഭൂമിയോട് വെറുപ്പുണ്ടായിട്ടല്ല ആകാശത്തേക്ക് പോകുന്നത്. കാരണം വേറെ സ്ഥലത്തേക്ക് എത്തണം, വേഗതയിൽ എത്തണമെങ്കിൽ ഈ ഡയമെൻഷനിൽ വിടണം. കുട്ടി സ്കൂളിൽ പോകുന്നത് വീട് ഉപേക്ഷിക്കല്ല, അവൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഹോസ്റ്റലിൽ പോകും. അപ്പോൾ സ്നേഹത്തോടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം. ഇനി തിരിച്ചു വന്നിട്ട് നമ്മൾക്ക് നമ്മുടെ പഴയ ഡ്യൂട്ടീസിൽ വ്യാപൃതനാവണമെന്നുണ്ടെങ്കിൽ അതേ പ്യൂരിറ്റിയോടുകൂടി കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് എപ്പോഴും പറയുന്നത്. സഹജമാർഗത്തിൽ നമ്മൾ എത്ര ഉയർന്നാലും, മാനസികമായിട്ട് ഉയർന്നാലും, നമുക്ക് എല്ലാ ഡയമെൻഷനിലും ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കും. കുട്ടികളെ പഠിപ്പിക്കുക, അത്ര അറിവില്ലാത്തവരായിട്ട് നമ്മൾ വിദ്യ ഷെയർ ചെയ്യുക, പറഞ്ഞ കാര്യം ഷെയർ ചെയ്യുക. അവിടെ വിനയം വരുന്നുണ്ട്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ വേറൊരു ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അത് റിനൗൺസിയേഷനല്ല. നമുക്ക് മുകളിലേക്ക് പോകുന്നതോടൊപ്പം അതേപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി വരാനുമുള്ള ആ ഒരു കഴിവുണ്ടാവണം. 360 ഡിഗ്രി അവെയർനെസ് എന്ന് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ദാജി പറയുന്നു. എപ്പോഴും എവിടെയാണ് ആവശ്യം അവിടെ പ്രസൻറ്റ് ആവാനുള്ള ഒരു അവെയർനെസ്, കോൺഷ്യസ്നസ്, എക്സ്പാൻഷൻ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉയരുന്തോറും നമ്മുടെ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്യണം, ചുരുങ്ങല്ല ചെയ്യേണ്ടത്. നമ്മൾ സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാറി നിന്ന് സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്യാതെ ജീവിക്കുകയല്ല വേണ്ടത്. അവരെയും ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ആവശ്യം എവിടെയാണ് അവിടെ നമ്മളുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഡിറ്റാച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഫലങ്ങളിൽ വളരെയധികം ഇൻവോൾവ് ആവുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഗോൾ ഫിക്സിംഗ് ആണ്. നമ്മളത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ലക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുക. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഉയർച്ച, അതിന് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നന്മയ്ക്ക് എത്തിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ സെൽഫ്ലെസ് ആവുന്നുണ്ടോ? ഞാൻ എപ്പോഴും സ്നേഹത്തോടെ, കമ്പാഷനോടെ പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്ക് എല്ലാവരുടെയും സന്തോഷവും വിഷമങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. വിഷമങ്ങൾ ഉൾക്കൊണ്ടാൽ പോരാ, അവർ സന്തോഷം ഉൾക്കൊള്ളണം. ബുദ്ധിസത്തിൽ മുദിത എന്നുള്ളൊരു പദമുണ്ട്. അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ സന്തോഷം പോലെ തന്നെ സന്തോഷിക്കുക, ആനന്ദിക്കുക. എൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അവൻ അനുഭവിക്കുന്നത് അതേ സന്തോഷം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഗോൾ ഫിക്സിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് സഹജമാർഗത്തിലെ മാസ്റ്റേഴ്സ് അറ്റാച്ച് ടു ദ ഹയ്യസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ലീഡ് ടു ഡിറ്റാച്ച്മെൻറ്റ് ടു ദ ലോവസ്റ്റ്, അറ്റാച്ച്മെൻറ്റ് ലീഡിങ് ടു ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഐഡിയലായിട്ടാണ്. മഹാത്മാഗാന്ധിജി സത്യാഗ്രഹം, അഹിംസ, അതോടൊപ്പം തന്നെ സർവോദയം എന്നും പറയുന്നുണ്ട്. നമ്മൾ അഹിംസയിൽ ഉയരുമ്പോൾ, അഹിംസ എന്നുള്ള സ്നേഹത്തിൽ ഉയരുമ്പോൾ, അതോടൊപ്പം തന്നെ സർവോദയം, എല്ലാവരിലേക്കും കമ്പാഷൻ ചൊരിയാൻ തക്കോടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അന്ത്യോദയം എന്നൊക്കെ പറയും. ഈ ലോകത്തിലുള്ള ഏറ്റവും മിസറബിളായിട്ടുള്ള ആളിലേക്കും സ്നേഹം എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് ഉയരുന്തോറും നമ്മുടെ എക്സ്പാൻഷൻ അവിടെ സംഭവിക്കുന്നുണ്ടാവണം. അപ്പോൾ ഇതാണ് അറ്റാച്ച്മെൻറ്റിൻ്റെ അത്ഭുതം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വൈരാഗ്യത്തിൽ നമ്മൾ ഓടി രക്ഷപ്പെടല്ല ചെയ്യുന്നത്. നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്ന ഡയമെൻഷൻസിന് നമ്മൾ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ തക്കോണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഈശ്വരൻ്റെ ക്വാളിറ്റി. എവിടെ എത്തിയാലും ഏത് തലത്തിലായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ നൽകുന്നവനാണ് ഈശ്വരൻ. ഈശ്വര പദവി എന്ന് പറയുന്നതാണ്. പരമകാരുണികൻ എന്നൊക്കെ നമ്മൾ പറയും. ആ ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അതാണ് ഡിവൈനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വൈരാഗ്യത്തിൻ്റെ നമ്മുടെ സാധാരണ ഡെഫിനിഷനിൽ നമ്മൾ വിട്ടുമാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് സഹജമാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് സാധിക്കുന്നത് എങ്ങനെയാണ്? സഹജമാർഗത്തിൽ നമുക്ക് ആദ്യം തന്നെ ആ പ്യുവറായിട്ടുള്ള ഫ്ലോ ആണ് ലഭിക്കുന്നത്, കണക്ഷനാണ് ലഭിക്കുന്നത്. അവിടെയാണ് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. എന്നിട്ട് അത് കൂടുതൽ കൂടുതൽ ഡെപ്തിൽ അനുഭവിക്കുക. ആ ഡെപ്തിൽ അനുഭവിക്കുന്ന ആ ഫ്ലോ നമ്മൾ ഫ്ലോ ചെയ്യാൻ അനുഭവിക്കുക. നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കുകയാണ്. ശുദ്ധീകരണം നടക്കുന്നതോടും നമ്മൾ കൂടുതൽ നല്ല മീഡിയംസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ആ പ്യുവറായിട്ടുള്ള ഫ്ലോ, എക്വാവിറ്റി ഓഫ് ലൈഫ് എന്ന് സഹജമാർഗത്തിൻ്റെ മാസ്റ്ററായിട്ടുള്ള ചാരിജി മഹാരാജ് പറഞ്ഞു. ആ ഫ്ലോ അത്രത്തോളം തന്നെ അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഉയരുന്നു. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഉയരുന്ന അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പാഷനിലാണ്. സാധന ചെയ്ത് മെഡിറ്റേഷനും ശുദ്ധീകരണവും പ്രയറും ഒക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ കമ്പാഷൻ,
അനുകമ്പ, സ്നേഹത്തിൻ്റെ പുറമേക്കുള്ള പ്രവാഹമാണ് കമ്പാഷൻ. അതിൽ മനസ്സിൻ്റെ ഈഗോൻ്റെ ഇടപെടൽ ഇല്ലെങ്കിൽ നമ്മൾ നിരന്തര സ്മരണയിലാണ് എന്നാണ് നമ്മുടെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന അതേപോലെ തന്നെ കമ്പാഷൻ നമ്മളിലൂടെയും സംഭവിക്കും. എങ്കിൽ മാത്രമേ അതിനെ വൈരാഗ്യം എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമുക്കവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ല, വേണ്ടത് ചെയ്യാതുള്ള. ചിലപ്പോൾ ലഭിക്കുന്ന ആൾക്ക് തോന്നും ഇതല്ല വേണ്ടത്. കുട്ടിയെ പണിഷ് ചെയ്യുമ്പോൾ കുട്ടിക്ക് തോന്നും അച്ഛനെ ഉപദ്രവിക്കുകയെന്ന്, അല്ലെങ്കിൽ അമ്മേനെ ഉപദ്രവിക്കുക. പക്ഷേ കുട്ടിക്ക് നന്മ അവിടെയാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ശിക്ഷകളൊക്കെ കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ ലക്ഷണമാണത്. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്ക് ഷുഗർ തരില്ല എന്ന് ഒരു ആൾ പറയുകയാണെങ്കിൽ, ഭാര്യ പറയുകയാണെങ്കിൽ, ആ ഭാര്യ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് പഞ്ചസാര ഇഷ്ടമാണ് എന്നുകൊണ്ട് 2 സ്പൂൺ കൊണ്ട് കലക്കി കൊടുക്കുന്ന ആൾ സ്നേഹമല്ല കാണിക്കുന്നത്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്, പായസം കൊണ്ട് കൊടുക്കുക. അൾസറുള്ള ആൾക്ക് എരിവ് കൊണ്ട് കൊടുക്കുക. സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് ഒരു സിഗരറ്റ് വാങ്ങിക്കൊടുക്കുക. മദ്യപാനിയായിട്ടൊക്കെ മദ്യം വാങ്ങിക്കൊടുക്കുക. ഇതൊന്നും സ്നേഹമല്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ തരത്തിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്, ലോവർ തലത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഹയർ തലത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് വൈരാഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ കൂട്ടുകെട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് നടത്തുന്നു. കൗൺസിലിംഗ് നടത്തുമ്പോൾ അവിടെ പൈസ ചിലവുണ്ട്. കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്ക് തന്നെ ചിലപ്പോൾ ഈ തരത്തിൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അദ്ദേഹം തന്നെ ചിലപ്പോൾ പലപ്പോഴും അടിമപ്പെട്ട ആൾക്കാരായിരിക്കും, സ്ട്രെസ്സിൽ വിടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഡയറക്ഷനിൽ ശരിയായിട്ടുള്ള ഗോളിലേക്ക് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൗൺസിലർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ആവണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ കൗൺസിലറായ പോലെ. കാരണം ഭഗവാൻ ഇവിടെ ഒന്നും കണക്റ്റില്ല, വേണ്ടത് നിർവഹിക്കുക എന്നുള്ളതാണ് അർജുനനോട് പറയുന്നത്. സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭവും ജയാജയവും തതോ യുദ്ധായ യുജസ്വ നൈവം പാപം അവാപ്സ്യസി. സുഖത്തിനും ദുഃഖത്തിനും ജീവിതത്തിലുള്ള പോരാട്ടങ്ങൾ, യുദ്ധം എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധമല്ല, ജീവിതത്തിലെ ഓരോ പോരാട്ടവും നമുക്കൊരു ചെറിയ ബാറ്റിൽ തന്നെയാണ്. എൻ്റെ ഈഗോവും എൻ്റെ ഹയർ സെൽഫും തമ്മിലുള്ള ചെറിയൊരു വടംവലി പോലെ. അപ്പോൾ നമ്മൾ ഹയർ സെൽഫ് എപ്പോഴും ജയിക്കണം, ഈശ്വരൻ എപ്പോഴും ജയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ ഉള്ളിൽ നന്മ എപ്പോഴും പ്രകടമാവണം എന്നുള്ള ആ ഒരു ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വൈരാഗ്യ ബോധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.